പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ദൈവകരുണയുടെ നൊവേന ആരംഭിക്കുകയാണ്. ദുഃഖവെള്ളിയുടെ ഈ പുണ്യദിനത്തില് മനുഷ്യകുലത്തിന് രക്ഷയുടെ ആവശ്യകതയും അതിനുവേണ്ടി കർത്താവ് ചെയ്ത രക്ഷാകര പ്രവൃത്തികളും ദൈവത്തിന്റെ കരുണയുടെ ആഴവും മഹത്വത്തിന്റെ സമ്പന്നതയും ഒക്കെ നമ്മൾ ഇന്ന് ധ്യാനിച്ച് മനസ്സിലാക്കി. ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷ, അനുഗ്രഹം, കരുണ, മഹത്വം ഇതെല്ലാം സ്വന്തമാക്കാൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. അതിനുവേണ്ടി ഈ കരുണ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഈശോ ഈ ദുഃഖവെള്ളി മുതല് 9 ദിവസം കരുണയുടെ നൊവേനയും അതിനുശേഷം കരുണയുടെ മഹാതിരുനാളും നമുക്ക് നൽകുന്നത്. ഈശോ ഈ തിരുനാളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പില് 699 ഈ തിരുനാളിനെ കുറിച്ച് ഈശോ എല്ലാ ആത്മാക്കളും പറയാൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ പറയാണ്? എല്ലാ ആത്മാക്കളോടും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാനലുകളും ഞാൻ തുറന്നു വിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എന്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എന്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും ഒഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭവമായത്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വലിയ കരുണ, അത് അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്ന വലിയ അഭിഷേകം അനുഭവമാണ് ഈ നൊവേനയിലും ഈ തിരുനാളിലും കർത്താവ് നമുക്ക് നൽകുന്നത്. അത് സ്വന്തമാക്കിയെടുക്കാൻ കർത്താവ് എല്ലാ മക്കളെയും വിളിക്കണം, സ്നേഹത്തോടെ വിളിക്കുകയാണ്. കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തികൾ, അവിടെ കുത്തി തുറക്കപ്പെട്ട ഒഴുക്കപ്പെട്ട ദൈവത്തിന്റെ കരുണയുടെ മഹാകുത്തൊഴുക്ക് അതെല്ലാവരും പ്രാപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കണം. അവിടെ ഈശോ പലവട്ടം പറയുന്നുണ്ട് പാപിയുടെ അവസാനത്തെ പ്രതീക്ഷ. നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവക്കാരനുടെ ജപമാല നമ്മൾ എല്ലാ ദിവസവും ചൊല്ലും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, ഈ കുരിശുമരണത്തെ കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മള് ദൈവക്കാരനുടെ ജപമാല ഈ ദിവസങ്ങളിൽ ചൊല്ലും. ആ ജപമാലയെ കുറിച്ച് പറഞ്ഞത് 687 ഡയറി കുറിപ്പ് നാം കാണുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം ചൊല്ലണം. ആര് ഇത് നിത്യമായി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എന്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. ലോകം മുഴുവനും എന്റെ കരുണ അറിയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധം കൃപാവരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയുടെ നൊവേനയ്ക്കും
ഈ കരുണയുടെ തിരുനാളിനും ഈ കരുണയുടെ ജപമാലയ്ക്കും കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങൾ ഏറെയാണ്. കാരണം കുരിശുമരണത്തിലൂടെ ഈശോ പൂർത്തീകരിച്ച ഈ രക്ഷ, അതോടെ വിശുദ്ധ പൗലോസ് ഈശോ പറയുന്നുണ്ട്, എന്റെ കരുണ ലോകമെങ്ങും എത്തിക്കാൻ നീ എന്നെ സഹായിക്കണം. കരുണയുടെ പ്രവാചകിയായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായെ ദൈവം ഉയർത്തിക്കൊണ്ട് പറയാണ്, ഈ കരുണ, ഈ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകരമായ മഹത്വത്തിന്റെ സമ്പൂർണത നൽകുന്ന, വലിയ കൃപാവര സമൃദ്ധി നൽകുന്ന ഈ മഹാകരുണ എല്ലായിടത്തും എത്തിക്കാൻ നീ എന്നെ സഹായിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് കർത്താവിന്റെ കരുണയിലേക്ക് അനേകം ആത്മാക്കളെ കൊണ്ടുവരണമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കരുണയുടെ ഈ സന്ദേശങ്ങള് അനേകരിലേക്ക് എത്തിക്കണമെന്ന് ഈശോ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോ പറയാണ്, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. കണ്ടോ, ഒരമ്മ ഒരു കുഞ്ഞിനെ കാത്തു പരിപാലിക്കുന്നത് പോലെ ഈ ദൈവകാരുണ്യ, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. മരണനേരത്ത് ഞാൻ അവരുടെ വിധിയാളനായിരിക്കത്തില്ല, അവരെ സംരക്ഷിച്ച് രക്ഷിക്കുന്ന രക്ഷകനായിരിക്കും. അതുകൊണ്ട് മക്കളെ, ദൈവകരുണയുടെ സന്ദേശങ്ങള് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അനേകരെ ഈ ദൈവകരുണയിലേക്ക് എത്തിക്കണമെന്നും ഈ ദൈവകരുണ അനേകരിലേക്ക് എത്തിപ്പിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മോട് അത് പരമേൽപ്പിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഈശോ ഈ 9 ദിവസവും കർത്താവിന്റെ ഈ കരുണയിലേക്ക്, ഇതാണ് കരുണ, കുരിശിൽ പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടി സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് മഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് നയിച്ച ഈ മഹാകരുണ അനുഭവിക്കാൻ അനേകം ആത്മാക്കൾ കൊണ്ടുവന്ന് ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഓരോ ദിവസത്തെയും നൊവേനയിലേക്ക് നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രവേശിക്കാം. ഈ ആദ്യത്തെ ദിവസത്തിൽ തന്നെ 1-ാം ദിവസം കർത്താവ് പറയുന്നത്, എല്ലാവരും മനുഷ്യരെയും, പ്രത്യേകിച്ച് കഠിന പാപികളെയും എന്റെ കരുണക്കടലിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഈശോ ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ എല്ലാ ആത്മാക്കളെ സ്നേഹിക്കുന്ന ഈശോ ഇങ്ങനെ ഓരോ ദിവസവും നമ്മോട് പറയും. നമ്മയും കർത്താവ് പറയുന്ന ആത്മാക്കളെയും കർത്താവിന്റെ മഹാകരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മള് ഓരോ ദിവസത്തെയും നൊവേന പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതിനുശേഷം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ജപമാല എത്ര പ്രാവശ്യം ചൊല്ലിയാലും അത് കൃപയ്ക്ക് മേൽ കൃപയുടെ അഭിഷേകമായിട്ട് മാറും. ഒരിക്കല് വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ മഴയില്ലാതെ വേദനിക്കണം. അവിടെ എന്താ പറയുക, ചെടികളൊക്കെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു, അകപ്പാടെ ജലമില്ലാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് 3 മണിക്കൂർ വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അന്ന് 3 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന 6 മണി വരെ പ്രാർത്ഥിച്ചു. 6 മണിക്ക് ഭയങ്കരമായ മഴ പെയ്തുവെന്ന് ഈ ഡയറി കുറിപ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദൈവക്കരുണയുടെ ജപം, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടി, കഠിന പാപികൾക്ക്, യേശു പറഞ്ഞില്ലേ, കഠിന പാപികളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും ഈ കരുണയുടെ ജപമാല ഉപകരിക്കും. അതുകൊണ്ട് നമ്മള് 9 ദിവസങ്ങള് നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്നിടത്തോളം കരുണയുടെ ജപമാലകളൊക്കെ ചൊല്ലി ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മക്കളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും യുദ്ധത്തിന്റെ മേഖല, ഒത്തിരി പൈശാചിക മേഖലകള്, അന്ധകാര പ്രവൃത്തികള്, വശീകരണ യന്ത്രങ്ങള്, അഭിചാര പൈശാചിക ശക്തികള്, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് മക്കളെ എന്തുമാത്രം ദൈവകരുണയുടെ ജപമാല ചൊല്ലാൻ പറ്റുമോ ഈ ദിവസങ്ങളില് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മള് നവേന പ്രാർത്ഥന പൊതുവായിട്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം കരുണയുടെ ജപമാല ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലും. അതിനുശേഷം കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മൾ ഈ 9 ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും അച്ഛൻ സ്നേഹത്തോടെ ഈ മഹാതിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിലെ കൃപയുടെ എല്ലാ വഴികളും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള
കൃപാഭിഷേകം എന്ന കർത്താവ് പറയുന്നത്. ഇതെല്ലാം സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. നമ്മള് ഈശോ പറഞ്ഞില്ലേ, ഇത് പ്രചരിപ്പിക്കുന്നവരെ ഞാൻ ഒരമ്മ അതിന്റെ കുഞ്ഞിനെന്ന പോലെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസം ഇന്നും തന്നെ നിങ്ങൾ അനേകം പേർക്ക് ഈ ദിവസങ്ങൾ ഒത്തിരി അച്ഛന്മാരും ഒത്തിരി ശുശ്രൂഷകരും ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളും ഇടവകളും ഒക്കെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് 2026 ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും അച്ഛന്മാരുടെയോ കരുണയുടെ നൊവേനയിൽ പങ്കുചേർക്കാൻ അനേകരെ നിങ്ങൾ പ്രേരിപ്പിക്കണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ദൈവത്തിന്റെ കരുണ. പറഞ്ഞില്ലേ, പാപിയുടെ അവസാനത്തെ പ്രതീക്ഷ, അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ദൈവക്കൽ. വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞുണ്ടല്ലോ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ദൈവകരുണയെ കുറിച്ച് ഈശോ പറഞ്ഞ സന്ദേശങ്ങൾ പറയാൻ തുടങ്ങിയാൽ തീരത്തിൽ. അത്രമാത്രം ആഗ്രഹത്തോടെയാണ് ഈശോ വാഗ്ദാനങ്ങളും ഇത് കരുണ സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന നാശങ്ങളും നീതിയുടെ വിധിയാളനായിട്ട് നേരിടേണ്ടി വരുമെന്നും പൂർണ്ണ ദണ്ഡവിമോചനവും ഒക്കെ ദിവസങ്ങളിൽ കുറെയൊക്കെ നമ്മൾ സന്ദേശങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ ശുശ്രൂഷ, ഈ നൊവേന, ഈ കരുണയുടെ തിരുനാൾ അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം, പങ്കുവെച്ചു കൊടുക്കണം. ഇനി നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് ലൈവായിട്ട് ഇവിടെ നമ്മൾ ഓൺലൈനിലൊന്നുമില്ല, ഇവിടെ വന്ന് പങ്കെടുക്കാനിടയാകത്തക്ക തക്ക വിധം എല്ലാ ദിവസവും ഇന്നു മുതൽ നമ്മൾ 9 ദിവസം വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന, കരുണയുടെ നൊവേന, ജപമാല, ആരാധന മധ്യേ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ 12-ാം തീയതി ഞായറാഴ്ച മഹാത്ഭുതങ്ങളുടെ നിറവായിട്ടുള്ള ഈ തിരുനാളില് നമ്മൾ തിരുനാൾ ആഘോഷിക്കും. അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാന, അതിനുശേഷം ആരാധന, നമ്മൾ ദൈവക്കാരന്റെ ജപമാലയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷം ഛായാചിത്രം നമ്മളന്ന് പ്രത്യേകം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം എല്ലാവർക്കും ഒരു ലാമിനേറ്റ് ചെയ്ത ഛായാചിത്രം നൽകപ്പെടും. അത് വഹിച്ചുകൊണ്ട് നമ്മൾ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം നമ്മൾ നടത്തും. അതിനുശേഷം കർത്താവ് നന്ദി പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച് കർത്താവിന്റെ വലിയ കരുണയുടെ കൃപകൾ സ്വീകരിച്ച് നമ്മൾ ധന്യരായിട്ട് ഭവനങ്ങൾ തിരിച്ചു പോകും. ചെറിയൊരു സ്നേഹവിരുന്നൊക്കെ നമ്മൾ അതിന് ശേഷമൊക്കെ ഒരുക്കുന്നുണ്ട്. നമുക്ക് വലിയ പ്രാർത്ഥനയിൽ തിരുനാളിൽ പങ്കുചേരാം. നൊവേനയിൽ പങ്കെടുക്കാൻ വിശ്വം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ നൊവേനയിലേക്കും ഈ തിരുനാളിലേക്കും അച്ഛൻ ക്ഷണിക്കുകയാണ്. കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്കും അച്ഛൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ, ഓൺലൈനിലെ ശുശ്രൂഷ അനേകർക്ക് പറഞ്ഞു കൊടുക്കണം. സാധിക്കുന്ന മക്കള് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നേരിട്ട് പങ്കെടുക്കുക. തിരുനാൾ ദിവസം അനേകം പേര് കടന്നു വന്ന് തിരുനാൾ ആഘോഷിക്കട്ടെ, കരുണ സ്വന്തമാക്കട്ടെ. എല്ലാം ഈശോയുടെ വലിയ ആഗ്രഹമാണ്. ഇത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്കും ഈ കരുണ സ്വന്തമാക്കാം. നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം. 1-ാം ദിവസം ഇന്ന് മനുഷ്യകുലത്തെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ നീ ആശ്വസിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ. അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെല്ലാം സ്വീകരിക്കണമേ. അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നിത്യപിതാവേ, ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ ഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യകുലം മുഴുവനിലും, പ്രത്യേകിച്ച് കഠിന പാപികളിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. ഈശോ മിശിഹായുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് കഠിന പാപത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോ പറഞ്ഞ പ്രകാരം കർത്താവിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ആ കരുണാർദ്ര ഹൃദയത്തിലേക്ക് നോക്കിക്കേ. നമുക്ക് വേണ്ടി കൊത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ രക്തവും ജലവും ഒഴുക്കിക്കൊണ്ട്
ആ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് എല്ലാ പാപികളെയും ചേർത്ത് പിടിക്കാൻ ഇതാ കർത്താവ് തിരുമനസ്സായിരിക്കുന്നു. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. എഴുതിപ്പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്, ജഡിക പാപത്തിലും കഠിന പാപത്തിലും പെട്ടുപോയ മക്കള്, നമ്മുടെ മക്കളുടെ അവസ്ഥകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങള്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, മരുമക്കള്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വൈദികര്, സന്യസ്തര്, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങള്, ഒപ്പം തന്നെ ലോകം മുഴുവനിലുമുള്ള തീവ്രവാദികള്, ഭീകര പ്രവർത്തകര്, കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ നേതൃത്വം കൊടുക്കുന്നവര്, പൈശാചിക ആരാധന നടത്തി ദൈവത്തെ പാടെ ത്യജിച്ചുകൊണ്ട് ദൈവത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം പിശാചിനെ ആരാധിക്കുന്നവര്, ഇലുമിനാറ്റി, ഫ്രീമേസൺസ്, അവരെ ഇറക്കുന്ന സിനിമകള്, ഗെയിമുകള്, ഇൻസ്റ്റാഗ്രാമുകള്, റീലുകള്, നമ്മുടെ മക്കളെ വഴി പിഴപ്പിക്കുന്ന ഒത്തിരിയേറെ പൈശാചിക വശീകരണ ശക്തികള്, ഭക്ഷണത്തിൽ പോലും ചതിച്ച് പിശാചിനെ കയറ്റി ഹലാലാക്കി മാറ്റി അനേകരെ വഴി പിഴപ്പിക്കുന്നവര്, അനേക മക്കളെ ചതിച്ചു വഞ്ചിച്ചു കൊണ്ടുപോയി പ്രേമക്കുരുക്കിൽപ്പെടുത്തി നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികള് കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ പീഡാസഹനങ്ങള്, പാപത്തെ, മരണത്തെ, സാത്താനെ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങൾ തകർത്തെറിഞ്ഞ കർത്താവിന്റെ കുരിശു മരണ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ മേഖലകളും വെളിപ്പെടട്ടെ. അതിലേക്കായിട്ട് ഈ മേഖലകളെയും ഈ അവസ്ഥകളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കഠിന പാപികളുടെ മേലും കരുണയായിരിക്കണമേ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് എല്ലാ കഠിന പാപികളെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് കരുണയുടെ ജപമാല പൂർണ്ണമായിട്ട് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു വട്ടമല്ല, എത്ര വട്ടം പ്രാർത്ഥിക്കാമോ അത്ര വട്ടം കരുണയുടെ ജപമാല ചൊല്ലി എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് നമുക്കറിയാം കഠിന പാപത്തിൽ ഇന്ന് ലോകം മുഴുവനും ഭീകര പ്രവർത്തനങ്ങള്, തീവ്രവാദങ്ങള്, നശിപ്പിക്കുന്ന പ്രവൃത്തികള്, യുദ്ധങ്ങള്, അതിന് കെടുതി അനുഭവിക്കുന്നവര്, ഈ പൈശാചിക ശക്തികള്, അതിന് നേതൃത്വം കൊടുക്കുന്ന അധികാരികള്, പിശാചിന്റെ വക്താക്കളാക്കി കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന മക്കള്, അവരുടെ പാപങ്ങള് എല്ലാം കണ്ട്
കർത്താവിന്റെ മഹാകരുണയ്ക്ക് വേണ്ടി ഇവരെല്ലാവരെയും നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കണം. ഈ ദൈവകരുണയുടെ ഈ നൊവേനയും തിരുനാളും ഇന്ന് ലോകം മുഴുവനും വലിയ സമാധാനവും കർത്താവിന്റെ കരുണ നിറഞ്ഞൊടുക്കുന്ന വലിയ അനുഭവമൊക്കെ ആയിട്ട് മാറണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ ദുഃഖവെള്ളിയില് ഈ ഒരു വലിയ നിയോഗത്തോടു കൂടി എല്ലാ പാപികളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 9 ദിവസം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉയർത്തിക്കൊണ്ട് ഈശോ പറയുന്ന ഓരോ മേഖലകളെയും ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നൊവേനയിൽ നമുക്ക് പങ്കെടുക്കാം. മക്കളെ ഈശോ നമ്മെ ഒത്തിരി അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. മക്കളുടെ നിയോഗങ്ങള്, കുടുംബത്തിന്റെ നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഈശോ പറഞ്ഞില്ലേ, ഈ കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഒരു അനുഗ്രഹവും ഞാൻ നിഷേധിക്കത്തില്ല എന്ന് ഈ ഡയറി കുറിപ്പില് ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. മുടങ്ങാതെ നൊവേനയിൽ പങ്കെടുക്കുക. മഹാതിരുനാൾ നമുക്ക് എല്ലാവർക്കും തീർച്ചയായും അനുഭവമായിരിക്കും. ലോകം മുഴുവനും അനുഗ്രഹമായിരിക്കും. അതിന്റെ മാറ്റം യുദ്ധത്തിന്റെ മേഖലയിലും ലോക സമാധാനത്തിന്റെ മേഖലയിലും എല്ലാ മനുഷ്യ മക്കളെ അവസ്ഥയിലും ദൈവം ഇടയാക്കും. മക്കളെ ഇത് നമ്മൾ കാണണം. അതുപോലെ പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.